കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു. ഐശ്വര്യ നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. യെശയ്യാ 66:12. ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപകൽ തുറന്നു കിടക്കട്ടെ, ഒരിക്കലും അടയ്ക്കരുത്. യെശയ്യാ 60:11. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദ പുളകിതമാകും. യെശയ്യാ 60:5. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. നിയമാവർത്തനം 28:12. ഈ വചനത്താൽ കർത്താവ് എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവമേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പച്ച, ഇന്ന് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അതോടൊപ്പം കടബാധ്യത അനുഭവിക്കുന്ന മക്കള്, രോഗത്താൽ ഭാരപ്പെടുന്ന മക്കള്, ജോലിയില്ലാത്ത മക്കള്, പിതാവേ, വിദേശത്ത് പോയിട്ടും കിടന്ന് അലയുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരെയും ജോലി ഇല്ലാത്തവരെയും എല്ലാം സമർപ്പിക്കുന്ന അപ്പച്ച. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും യാത്ര ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും വാഹനങ്ങൾ ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഉള്ളം കയ്യിൽ എല്ലാ വ്യക്തികളെയും കാത്തു പരിപാലിക്കണമേ. എൻ്റെ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഒരുവൻ പോലും യേശുവിനെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങുവാൻ അനുവദിക്കല്ലേ കർത്താവേ. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെങ്കിൽ അതാണ് അവരുടെ ആത്മാവിൻ്റെ വളർച്ചയെന്ന് ഞങ്ങൾക്കറിയാം. നിത്യജീവൻ കൊയ്യുവാനായി അവരെല്ലാവരും അധ്വാനിക്കാൻ വേണ്ടി കർത്താവേ, അവരുടെ എല്ലാം മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പാപ്പൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, കരുണയും വിശ്വസ്തതയും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഇന്നുവരെയും പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കൃപ അവരുടെ മേൽ അങ്ങ് ചൊരിയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. കർത്താവിൻ്റെ കരുണയും വിശ്വസ്തതയും കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ. വിശേഷാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലാവരിലും ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുന്ന എല്ലാവർക്കും അമ്മ സ്നേഹവും കരുണയും വിശ്വസ്തതയും വാരി ചൊരിയട്ടെ. അമ്മ ചോദിച്ചാൽ മകൻ എന്തും നൽകും. അതാണല്ലോ മകൻ്റെ ദൗത്യം. അമ്മ പറയുന്നതൊക്കെ അനുസരിക്കുന്ന മകൻ. അതോടൊപ്പം എൻ്റെ പരിശുദ്ധ അമ്മയെ, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ വഴി യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവരെ എല്ലാം സമർപ്പിക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളെ സമർപ്പിക്കുന്നു. അവരാരും നശിച്ചു പോകാതെ അവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിന്ന് അവരെല്ലാം നല്ലപോലെ നല്ല മക്കളായി ജീവിക്കുവാൻ, മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അയൽവാസികൾക്കും എല്ലാം നല്ല മക്കളായി ജീവിക്കുവാൻ അവരെ എല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന ചോദിച്ച് എല്ലാവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ അപ്പാ. ഇനിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ അങ്ങനെ ഒരുക്കുന്നുവോ അവരെയെല്ലാം ഞാൻ ഇന്നോളം പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ഓർക്കുന്നു. ഇനിയും പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയുള്ള ഓരോ ദിനങ്ങളും ഞങ്ങൾക്ക് അമൂല്യമാണ് കർത്താവെ, ആനന്ദമാണ്. ഞങ്ങളെ ആത്മാവിൽ നിറച്ച് അങ്ങയ്ക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ മാത്രം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മക്കളായി ജീവിക്കാൻ മാത്രം ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ. ഈ ലോകം മുഴുവനും പോയി അങ്ങയുടെ സാക്ഷിയാകുവാനുള്ള കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പൻ്റെ കൃപ കൊണ്ട് പൊതിയണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി ഞങ്ങളെല്ലാം കത്തി ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.